ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് പച്ച നേന്ത്രക്കായ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി അഥവാ ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും വീടുകളിൽ ഉപ്പേരി തയ്യാറാക്കാറുണ്ട്. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. പച്ച നേന്ത്രക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് 3 മീഡിയം സൈസിലുള്ള അത്യാവശ്യം മൂപ്പെത്തിയിട്ടുള്ള കായ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നെടുകെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. പലരും പല രീതിയിലാണ് അരിഞ്ഞെടുക്കാറുള്ളത്. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കായ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്ക് ഈ കായ വേവാൻ ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ കായ വേവാനായിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം മതി. ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി വാടി വരുന്ന സമയത്ത് ഒരു 5 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ചേർക്കാം. 2 വറ്റൽമുളക് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ കായ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കുരുമുളക് പൊടി നിർബന്ധമായും ചേർത്ത് കൊടുക്കേണ്ടതാണ്. കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് ഈ പച്ചക്കായയ്ക്ക്. അതുപോലെ ന്യൂട്രിയൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഉപ്പേരി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ലതാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ റെസിപ്പികൾക്ക് ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതിയതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.